നമസ്കാരം. തൃശൂർ വിഷന്റെ വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 64ാമത് കേരള സ്കൂൾ കലോത്സവ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വികസന മാതൃകയുടെ അടിത്തറയാണ് ലോകത്തിന് തന്നെ അഭിമാനകരമായ കേരളത്തിലെ ആരോഗ്യ മേഖലയെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കൊടകരയിൽ മുൻ ഭർത്താവിനെ കൊട്ടേഷൻ നൽകി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് മൊബൈൽ ഫോൺ കവർച്ച ചെയ്ത കേസിൽ കൊട്ടേഷൻ സംഘാംഗങ്ങളായ തമിഴ്നാട് സ്വദേശികളായ 2 പ്രതികൾക്കും പിടി. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിൽ ഷഷ്ടി വർണ്ണാഭമായി ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. 64ാമത് കേരള സ്കൂൾ കലോത്സവ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ 2026 ജനുവരി 7 മുതൽ 11 വരെ നടക്കുന്ന 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് വിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന സ്വാഗത സംഘം ഓഫീസിൽ സംഘാടക സമിതിയുടെ തുടർ പ്രവർത്തനങ്ങളും യോഗങ്ങളും നടക്കും. ഉദ്ഘാടന ചടങ്ങിന് ശേഷം മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ വിവിധ സബ് കമ്മിറ്റികളുടെ പ്രവർത്തന പുരോഗതിയും യോഗം വിലയിരുത്തി. കഴിഞ്ഞ ഓഗസ്റ്റ് 12-ന് ജനപ്രതിനിധികൾ, കലാ സാംസ്കാരിക സാഹിത്യ നായകന്മാർ, പൗരപ്രമുഖർ, സന്നദ്ധ പ്രവർത്തകർ, വിവിധ വകുപ്പ് മേധാവികൾ, അധ്യാപക അനധ്യാപക പ്രതിനിധികൾ തുടങ്ങിയവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചിരുന്നു. ചടങ്ങിൽ MLA-മാരായ AC മൊയ്തീൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, കെ രാധാകൃഷ്ണൻ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ, ജനപ്രതിനിധികൾ, വകുപ്പ് തല ഉദ്യോഗസ്ഥർ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് സ്വാഗതവും ജില്ലാ ADPA KS ഷിബു നന്ദിയും പറഞ്ഞു. ഞങ്ങളിത് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു കലോത്സവം ആയിട്ടല്ല നടത്താൻ ഉദ്ദേശിക്കുന്നത്. ജനപങ്കാളിത്തത്തോടുകൂടി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ആണ് ഈ കലോത്സവം തൃശ്ശൂരിൽ നടത്താൻ വേണ്ടിയിട്ടുള്ളത്. ഓരോ വർഷവും കലോത്സവം കഴിയുമ്പോൾ അതിന്റെ പകിട്ട് കൂടുകയാണ്, അതിന്റെ സംഘാടക മികവ് കൂടുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്തായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും നല്ല കലോത്സവമായി നടത്തുന്നതിന് വേണ്ടി അത് കഴിഞ്ഞു. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ ഒരു പങ്കാളിത്തമാണ്, ജനങ്ങളുടെ ഒരു നേതൃത്വമാണ്. ഉദ്യോഗസ്ഥന്മാരും ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കാര്യം നടത്തിയപ്പോൾ പരാതിരഹിത കലോത്സവമായി നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞു. ഇപ്രാവശ്യവും തൃശ്ശൂര് ഞങ്ങളുടെ ലക്ഷ്യം ജനപങ്കാളിത്തത്തോടുകൂടി പരാതിരഹിതമായിട്ടുള്ള ഒരു കലോത്സവം നടത്തുക എന്നുള്ളതാണ്. പരിസ്ഥിതി സൗഹൃദ മേള തന്നെ ആയിരിക്കും. ഗ്രീൻ പ്രോട്ടോകോൾ 100% പാലിക്കണമെന്നുള്ള നിലയിലുള്ള നിലപാട് തന്നെയാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. 249 ഇനങ്ങളാണ് ഉള്ളത്. 249 ഇനങ്ങൾ. ഏകദേശം 14,000-ഓളം വരുന്ന വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. മത്സരാർത്ഥികൾ, കുട്ടികൾ താമസിക്കുന്ന സ്കൂളുകളിലാണ്. അതിനുവേണ്ടി അക്കോമഡേഷൻ കമ്മിറ്റി എടുത്തിട്ടുണ്ട്. അക്കോമഡേഷൻ കമ്മിറ്റി അതിന്റെ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ഭക്ഷണം കലോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പങ്കെടുക്കുന്ന കുട്ടികൾക്കാണ് ഭക്ഷണം ഉള്ളത്. പക്ഷെ രക്ഷകർത്താക്കളെല്ലാം വന്നാലും അത് ഞങ്ങൾ നിഷേധിക്കാറില്ല. സംസ്ഥാന വികസന മാതൃകയുടെ അടിത്തറയാണ് ലോകത്തിന് തന്നെ അഭിമാനകരമായ കേരളത്തിലെ ആരോഗ്യ മേഖലയെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പുതുതായി നിർമ്മാണം പൂർത്തീകരിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പുതുതായി നിർമ്മാണം പൂർത്തീകരിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ റൊട്ടേറിയൻ ഡോക്ടർ CM രാധാകൃഷ്ണൻ, റൊട്ടേറിയൻ മുൻ DDTP സെബാസ്റ്റ്യൻ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ RK ബേബി,
സീഷോർ ഗ്രൂപ്പ് MD സീഷോർ മുഹമ്മദ് അലി എന്നിവരെ ആദരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ TK ഗീത, വൈസ് ചെയർപേഴ്സൺ VS ദിനൽ, നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, മുനിസിപ്പൽ കൗൺസിലർമാർ, തൃശൂർ DMO ഡോക്ടർ TP ശ്രീദേവി, താലൂക്ക് ആശുപത്രി സൂപ്രണ്ടന്റ് ഡോക്ടർ VA ലത, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ആശുപത്രിയിലെ ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടത്തെ ഡയാലിസിസ് വാർഡായി രൂപാന്തരപ്പെടുത്തൽ, 4 പുതിയ ഡയാലിസിസ് മെഷീനുകൾ, RO പ്ലാന്റ്, നഴ്സിംഗ് റൂം, ഐസൊലേഷൻ റൂം എന്നിവയെല്ലാം ഉൾപ്പെടുത്തി ഒരേ സമയം 30 പേർക്ക് ഡയാലിസിസ് നടത്താവുന്ന സൗകര്യങ്ങളാണ് ആശുപത്രിയിൽ ഒരുക്കിയിട്ടുള്ളത്. കൊടകരയിൽ മുൻ ഭർത്താവിനെ കൊട്ടേഷൻ നൽകി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് മൊബൈൽ ഫോൺ കവർച്ച ചെയ്ത കേസിൽ കൊട്ടേഷൻ സംഘാംഗങ്ങളായ തമിഴ്നാട് സ്വദേശികളായ 2 പ്രതികൾ കൂടി പിടിയിൽ. തമിഴ്നാട് പുത്തൂർ തൃശ്ശിനാപ്പള്ളി സ്വദേശികളായ സെന്തിൽ കുമാർ 42 വയസ്സ്, സംഗീത് 30 വയസ്സ് എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തമിഴ്നാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ഈ കേസിലെ പ്രതികളും കൊട്ടേഷൻ സഹാംഗങ്ങളുമായ 4 പ്രതികളെയും യുവതിയെയും മുമ്പും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. പ്രതികൾ കുറ്റകൃത്യം ചെയ്യുന്നതിനായി ഉപയോഗിച്ച ഇന്നോവ കാറും പിടിച്ചെടുത്തിരുന്നു. 26/2025 രാവിലെ 9:30 മണിയോടെ നാഷണൽ ഹൈവേയുടെ കൊടകര ഭാഗത്തുനിന്ന് പുതുക്കാട് ഭാഗത്തേക്ക് ഓടിച്ചു വന്നിരുന്ന മഹീന്ദ്ര ഇലക്ട്രിക് ഓട്ടോറിക്ഷയെ ഇന്നോവ കാർ ഉപയോഗിച്ച് തടഞ്ഞു നിർത്തി പ്രതികൾ ഓട്ടോറിക്ഷ ഡ്രൈവറായ പുത്തൂർ മേത്തുള്ളിപ്പാടം സ്വദേശി 44 വയസ്സുള്ള സിജുവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് 7000 രൂപ വിലയുള്ള റെഡ്മി കമ്പനി നിർമ്മിതമായ മൊബൈൽ ഫോൺ കവർച്ച ചെയ്തുകൊണ്ട് പോയതിന് കൊടകര പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിൽ ഷഷ്ടി വർണ്ണാഭമായി ആഘോഷിച്ചു. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും വിവിധ അഭിഷേകങ്ങളും ഉണ്ടായി. വിവിധ ദേശങ്ങളിൽ നിന്നും ക്ഷേത്രാങ്കണത്തിലെത്തിയ കാവടികൾ നാദസ്വരത്തിന്റെയും ബാൻഡ് വാദ്യത്തിന്റെയും അകമ്പടിയോടെ നിറഞ്ഞാടി. ക്ഷേത്ര ചടങ്ങുകൾക്ക് ശ്രീനാരായണാശ്രമം സെക്രട്ടറി സ്വാമി ദിവ്യാനന്ദഗിരി നേതൃത്വം നൽകി. മൂത്തേടത്തറ, കിഴക്കുമുറി എന്നീ ദേശങ്ങളാണ് ഇത്തവണ ഷഷ്ടി മഹോത്സവത്തിൽ പങ്കാളികളായത്. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. ചന്ദ്രാപിന്നി ഡിഗൻസ് ക്ലബ്ബ് ഓവറോൾ ചാമ്പ്യന്മാരായി. എടത്തുരുത്തി സ്റ്റോൺ ഫെറി ക്ലബ്ബ് 2ാം സ്ഥാനവും സ്പര്യ ക്ലബ്ബ് 3ാം സ്ഥാനവും നേടി. സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷയായി. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ, പഞ്ചായത്ത് സെക്രട്ടറി KV സനീഷ്, കോർഡിനേറ്റർ ES സിനീഷ്, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ PK ഷാജു, ഷീന വിശ്വൻ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ആ വർഷത്തെ കേരളോത്സവം അവസാനിച്ചു കഴിഞ്ഞു. എന്നാൽ 22 മുതൽ 25 വരെയുള്ള 4 വർഷക്കാലത്തെ കേരളോത്സവം വളരെ മനോഹരമായി കൊണ്ട് നമുക്ക് നടത്താൻ കഴിഞ്ഞു എന്ന് ഞങ്ങളുടെ ഭരണസമിതിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. കാരണം പഞ്ചായത്തിൻ്റെ കേരളോത്സവം പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ബ്ലോക്കിൻ്റെ വിവിധ പഞ്ചായത്ത് പ്രദേശങ്ങളിലും എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിൻ്റെ കേരളോത്സവം കുറ്റമറ്റ രീതിയിൽ വളരെ ഭംഗിയായി നമ്മുടെ ക്ലബ്ബുകളുടെ മികവുറ്റ കഴിവുകളോടുകൂടി ഈ കാലയളവിലെല്ലാം നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് ഭരണസമിതിക്കും ഇവിടെ
ഇത്രയും കാലം ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലബംഗങ്ങൾക്കും എല്ലാവർക്കും അതിന്റെ ഭാരവാഹികൾക്കും അറിയാവുന്നതാണ്. നമുക്കറിയാം, 15 വയസ്സ് മുതൽ 40 വയസ്സിന് താഴെയുള്ള പ്രായത്തിലുള്ളവർക്ക് അവർക്ക് വിവിധങ്ങളായുള്ള കഴിവുകൾ അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ അത്തരത്തിൽ അവർക്ക് വേണ്ടി ഒരു അവസരം ഒരുക്കുക എന്നതിൻ്റെ ഭാഗമായി കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഒരു കാലത്ത് യുവജനോത്സവം എന്ന പേരിട്ടുകൊണ്ട് ഈ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള കലാകായിക മേളകൾ സംഘടിപ്പിച്ചു. എന്നാൽ ആ യുവജനോത്സവം ഒരു കേരളത്തിൻ്റെ ഉത്സവമായി മാറി. അതാണ് കേരളോത്സവം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. വലപ്പാട് മേഖല ലൈബ്രറി സമിതിയുടെ ആഭിമുഖ്യത്തിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ 7 വായനശാലയിൽ നിന്നുള്ള കലാ സാഹിത്യ പ്രതിഭകൾ കഴിമ്പ്രം ടാസ്ക് ഹാളിൽ കഴിവുകൾ മാറ്റുരച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം ചിദംബരം മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. സംഘാടക സമിതി ചെയർമാൻ ജയപ്രകാശ്, കൺവീനർ സുരേഷ് പട്ടാലി, ജോയിന്റ് കൺവീനർ VC ദിലീപ് എന്നിവർ പ്രസംഗിച്ചു. മോണോ ആക്ട്, ചലച്ചിത്രഗാനം, കാവ്യാലാപനം, പ്രസംഗം, കഥാപ്രസംഗം എന്നീ ഇനങ്ങളിലും കഥ, കവിത, ലേഖനം എന്നീ സാഹിത്യ വിഷയങ്ങളിലും മത്സരങ്ങൾ നടന്നു. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ അടുത്തൊരു തീയതിയിൽ ടാസ്ക് ഹാളിൽ തന്നെ വെച്ച് നടക്കുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു. അപ്പോൾ വായനശാലയ്ക്ക് പലതും സാധിക്കും. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ സംസ്കാര വായനശാല ഉണ്ട്. അതിലെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അതിലെ കുട്ടികൾ എന്ന് പറയുമ്പോൾ പ്രത്യേകം അതിനൊരു മഹത്വം, ഒരു ഗ്രേഡ് വ്യത്യാസമാണ്. അങ്ങനെ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി എന്ന് പറഞ്ഞാൽ അതിനൊരു മഹത്വം പ്രത്യേകിച്ചുണ്ട്. അപ്പോൾ ഒരു വായനശാലയിലെ അംഗത്വത്തിന് നിങ്ങൾ പറയുന്ന മഹത്വമല്ല, അതിന് വേറെയും മഹത്വങ്ങളുണ്ട്. പുഴയിൽ ചാടി മരിച്ചെന്ന് നാട്ടുകാരെ വിശ്വസിപ്പിച്ച് മുങ്ങി 3 വർഷത്തിനു ശേഷം യുവതി തൃശൂരിൽ പിടിയിൽ. 2022 കോഴിക്കോട് നിന്ന് മുങ്ങിയ ചെറുവണ്ണൂർ സ്വദേശിനി 30 വയസ്സുള്ള വർഷയെയാണ് തൃശൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. മരിക്കാൻ പോകുകയാണെന്ന് കത്തെഴുതി അറപ്പുഴ പാലത്തിന് സമീപം സ്കൂട്ടർ ഉപേക്ഷിച്ചാണ് യുവതിയെ കാണാതായത്. സ്പെഷ്യൽ സ്ക്വാഡ് ആൻഡ് സൈബർ സെൽ നടത്തിയ ദീർഘാന്വേഷണത്തിനൊടുവിൽ യുവതി ജീവനോടെ ഇരിക്കുന്നതായി തെളിഞ്ഞു. ഒടുവിൽ തൃശൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിനിടെ പിടിയിലായി. 2022 നവംബറിൽ ഫറോക്കിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും 226.5 ഗ്രാം വ്യാജ സ്വർണം പണയം വെച്ച് 9.10 ലക്ഷം രൂപ കൈക്കലാക്കിയതായും ഒട്ടേറെ വ്യക്തികളിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നതായും പോലീസ് കണ്ടെത്തി. പുഴയിൽ ചാടി മരിച്ചതായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് കത്തെഴുതി വെച്ച് പാലത്തിന് സമീപം സ്കൂട്ടർ നിർത്തി നാടുവിട്ടതെന്ന് പോലീസ് പറഞ്ഞു. സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് നേടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സർക്കാരിന്റെ വക 1000 രൂപ പുതിയ പ്രഖ്യാപനവുമായി വിദ്യാഭ്യാസ മന്ത്രി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് നേടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സർക്കാരിന്റെ വക 1000 രൂപ ഗ്രാൻഡായി നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. സ്കൂൾ കലോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചെന്നും മന്ത്രി അറിയിച്ചു. അതേസമയം കലോത്സവത്തിലെ സ്വർണ്ണക്കപ്പ് തൃശൂരിൽ ആയതുകൊണ്ട് ഘോഷയാത്ര തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് നിന്നും തൃശൂരിലേക്ക് എത്തുന്നതായിട്ടാണ് ക്രമീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജനപങ്കാളിത്തത്തോടുകൂടി പരാതിരഹിതമായ കലോത്സവം സംഘടിപ്പിക്കുന്ന എന്നതാണ് ഇത്തവണത്തെ ലക്ഷ്യമെന്നും താമസം, ഭക്ഷണം തുടങ്ങിയവയെല്ലാം കൃത്യമായി സജ്ജീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. A ഗ്രേഡ് നേടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സർക്കാർ 1000 രൂപയുടെ സാംസ്കാരിക സ്കോളർഷിപ്പ് ഒറ്റത്തവണ എന്നുള്ള നിലയിൽ കൊടുക്കുന്നതാണ്. പിന്നെ കുറച്ച് സ്പോൺസർഷിപ്പ് കണ്ടെത്തേണ്ടി വരും. എല്ലാവരുടെയും സഹായം വേണം, പത്രക്കാരുടെയൊക്കെ സഹായം കാര്യത്തിൽ വേണം. സ്വർണ്ണക്കപ്പ്
കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂരിനാണല്ലോ കിട്ടിയത്. അപ്പൊ സ്വർണ്ണ കപ്പ് സാറിന് ഒരു ഘോഷയാത്രയായിട്ടാണല്ലോ കൊണ്ടുവരേണ്ടത്. അപ്പൊ ഘോഷയാത്ര ആകുമ്പോൾ ഇതിന്റെ സംഘടനാസമിതി ഭാരവാഹികൾ ചുറ്റുകളൊക്കെ കറങ്ങാനേ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇത് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്ത് നിന്നും 2 സ്ഥലത്തു നിന്ന് 2 ഘോഷയാത്ര വന്ന് തൃശ്ശൂര് സംഗമിക്കുക എന്നുള്ള നിലയിലാണ് ആലോചിച്ചിരിക്കുന്നത്. വലപ്പാട് സെന്റർ റെസിഡൻസ് അസോസിയേഷന്റെ പ്രഥമ പൊതുയോഗം വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് താടിക്കാരൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കെ ഗോവിന്ദൻ മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം സിജി സുരേഷ്, രാജു വെന്നിക്കൽ, അസോസിയേഷൻ സെക്രട്ടറി ഗണേഷ് മാസ്റ്റർ, RIM സക്കറിയ, മേരി ടീച്ചർ, ഗ്രിഗോറിയോസ് മാസ്റ്റർ, ജോൺസൺ ചാലിശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. അസോസിയേഷനുകൾ ആരംഭിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. കാരണം എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ നടന്നാലോ അതോ വല്ല മിസ്സിംഗ് കേസുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ടാണ് അതൊക്കെ തെളിയിക്കാനും കൃത്യമായിട്ട് അതിലൊരു തുമ്പ് കണ്ടുപിടുത്താനൊക്കെ സാധിക്കുന്നത്. ചാഴൂർ പഞ്ചായത്ത് വൃദ്ധജന സമിതിയുടെ ഓഫീസിന്റെ പുതിയ ഹാളിന്റെയും ലിഫ്റ്റിന്റെയും ഉദ്ഘാടനം അഡ്വക്കേറ്റ് AU രഘുരാമപ്പണിക്കർ നിർവഹിച്ചു. കുറച്ച് പ്രായം ചെന്ന് ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ഇരിക്കേണ്ട ഒരവസ്ഥ വരുന്നൊരു പ്രായം എല്ലാവർക്കും ഉണ്ട്, നമുക്കുണ്ട്. ആ സമയത്ത് ഒത്തുകൂടാനായിട്ടുള്ളൊരു താവളം എന്നുള്ള രീതിയിൽ വളരെ ഹൃദ്യമായിട്ട് ഇത് എങ്ങനെയെങ്കിലും ചെയ്ത് ഒപ്പിക്കുകയല്ല, ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ മനസ്സിന് ആഹ്ലാദം നൽകുന്ന ഒരു കേന്ദ്രമായിട്ട് മാറാനും അത് മാറ്റിയെടുക്കാനും ശ്രമിക്കുന്ന ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും എൻ്റെ ഹൃദയംഗമായിട്ടുള്ള ആശംസകളും നന്ദി ഞാൻ അറിയിക്കുകയാണ്. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ വിഷ്ണുഭാരതി സ്വാമികൾ നിർവഹിച്ചു. സമിതി പ്രസിഡന്റ് കോമളവല്ലി മുത്തുമണി അധ്യക്ഷയായി. ചടങ്ങിൽ മുൻകാല ഭരണസമിതി അംഗങ്ങളെ ആദരിച്ചു. സംഘാടക സമിതി കൺവീനർ ഗിരീഷ് പടുക്കപ്പറമ്പിൽ, സെക്രട്ടറി ദിവാകരൻ കോക്കാന്ത്ര, അഡ്വക്കേറ്റ് KV സുബ്രഹ്മണ്യൻ, KV മോഹൻദാസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. KSKTU കർഷക തൊഴിലാളി യൂണിയൻ താന്യം തെക്ക് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആത്മാഭിമാന സദസ്സ് സംഘടിപ്പിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം KJ ഡിക്സൺ ഉദ്ഘാടനം ചെയ്തു. KV ഭക്തവത്സലൻ അധ്യക്ഷനായി. KSTU സംസ്ഥാന കമ്മിറ്റി അംഗം AS ദിനകരൻ, യൂണിയൻ ചെയർപേഴ്സൺ സെക്രട്ടറി KC രമേശ്, ഏരിയ പ്രസിഡന്റ് MV മുകേഷ്, തങ്കമണി ശശിധരൻ, താനും പഞ്ചായത്ത് അംഗങ്ങളായ OS അഷ്റഫ്, ശ്രീകല സന്തോഷ്, പ്രജീഷ രജീഷ്, CDS ചെയർപേഴ്സൺ സുജിത നരേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ മണ്ണിൽ പണിയെടുക്കുന്നവരുടെ സംഘടനയാണ്. മണ്ണിൽ വിയർപ്പൊഴുക്കി ചോര വിയർപ്പാക്കി പണിയെടുത്ത് മണ്ണിൽ പൊന്നു വിളയിച്ച നല്ലവരായ തൊഴിലാളികളുടെ ഉൾപ്പെടെയുള്ള പെൻഷൻകാരുടെ ഒരു സംഗമ വേദിയാണ് ഇപ്പോൾ ഈ പ്രദേശം എന്ന് നമുക്ക് കറക്റ്റ് നോട്ടത്തിൽ മനസ്സിലാവും. നമുക്ക് എന്തിനാ പെൻഷൻ തരണത്? പെൻഷൻ എത്രയും കിട്ടുന്നത് 1600. 1600 മതിയോ പെൻഷൻ? അതാണ് കാര്യം. അപ്പൊ 1600 പോരാ എന്ന കാര്യം ഒരു സംശയമില്ലാത്ത രീതിയിൽ നമ്മളെ ചേച്ചി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അമ്മായി പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് സ്വീകരിക്കാവുന്ന കാര്യമാണ്, ഒരു സംശയമില്ല. 1600 പോരാ. എത്ര വേണം? എത്ര കിട്ടിയാലും കുഴപ്പമില്ല. എന്നാലും അല്ലേ ഒരു 2000 ആക്കണ്ടേ? ഒരു 2000 ക്ഷേമ പെൻഷൻ 2000 രൂപയെങ്കിലും ആക്കണം എന്ന നമ്മുടെ ഡിമാൻഡ് നമ്മൾ ഈ സമ്മേളനത്തിന്റെ പ്രമേയമായി അംഗീകരിച്ച് സംസ്ഥാന ഗവൺമെന്റിന് നമ്മൾ കൊടുക്കുകയാണ്.
നാട്ടിക നിയോജക മണ്ഡലം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 25 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച ചാഴൂർ പഞ്ചായത്ത് 9-ാം വാർഡ് 22-ാം നമ്പർ കരൂപ്പാടം അംഗനവാടിയുടെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. ഞാനും പ്രസിഡന്റൊക്കെ വളരെയേറെ പലരും അത് പഠിയേണ്ട എന്ന് പറഞ്ഞ പഞ്ചായത്ത് മെമ്പർമാരടക്കം ഇതിനകത്തുണ്ട്. പക്ഷേ അവരെ പേരെടുത്ത് പറയുന്നില്ല. വളരെ കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ചുകൊണ്ട് ആ കോടി രൂപ ചാഴൂർ ഗ്രാമപഞ്ചായത്തിന് ലഭിക്കേണ്ട രൂപ ക്യാൻസലാക്കാൻ വരെ പറഞ്ഞ ചില ആൾക്കാരുണ്ട്. അത് നടക്കില്ല. നടക്കാതെ പോകുകയാണെന്ന് നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. പലരെയും നമ്മളെ വികസനവുമായി ബന്ധപ്പെട്ട് പലരും കാല് പിടിച്ചു. ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ ചിറക്കൽ പാലത്തിനുണ്ടായി. അപ്പോൾ ഒരു വഴി തിരിച്ചുവിടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ആലോചിച്ചു. അപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ പറയുന്നത് 50 ലക്ഷം രൂപ വേണം വഴി തിരിച്ചുവിടാൻ. അത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അടുത്ത ദിവസം മന്ത്രിനെ മുടക്കുപയോഗിച്ചുകൊണ്ട് നമ്മൾ ചിറക്കൽ പാലത്തിൻ്റെ ഉദ്ഘാടനം നടത്തുന്നു. പണിയുണ്ട് കുറേ സാർ. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS നജീബ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NN ജോഷി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത ബെന്നി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ഷൺമുഖൻ, മെമ്പർമാരായ രമ്യ ഗോപിനാഥ്, ദീപ വസന്തൻ, PWD എഞ്ചിനീയർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ASCP ഫണ്ട് 9 ലക്ഷം രൂപ ഉപയോഗിച്ച് പുനർനിർമ്മാണം നടത്തിയ ചാഴൂർ ഗ്രാമപഞ്ചായത്തിലെ 8-ാം വാർഡിലെ ചിറക്കൽ തൃക്കാപ്പള്ളം റോഡിന്റെ ഉദ്ഘാടനം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ നിർവഹിച്ചു. അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഈ 5 വർഷം പൂർത്തീകരിക്കാൻ 2 മാസം അവശേഷിക്കുന്ന ഈ കാലയളവിൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് നിർവഹിച്ചൊരു ഭരണസമിതിയാണ് ഇന്ന് ബ്ലോക്കിൻ്റേത്. നമുക്കറിയാം, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 13 ഡിവിഷൻ, അതിൽ കക്ഷി രാഷ്ട്രീയം തന്നെ നോക്കാതെ, ഇടതുപക്ഷം മാത്രമൊന്നുമല്ല, ഒരു UDF ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവിടെ രാഷ്ട്രീയ നിറം നോക്കാതെ ഏത് പ്രദേശത്താണ് വികസന പ്രവർത്തനങ്ങൾ എത്തിച്ചേരാത്തത് അവിടെ മെറിറ്റ് നോക്കിക്കൊണ്ട്, മെറിറ്റ് അടിസ്ഥാനത്തിലാണ് ഈ ബ്ലോക്കിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS നജീബ്, പഞ്ചായത്ത് അംഗം രമ്യ ഗോപിനാഥ്, CPI പ്രതിനിധി ഉല്ലാസ് കണ്ണോളി, BJP പ്രതിനിധി ഷാജി കളരിക്കൽ, മുസ്ലിം ലീഗ് പ്രതിനിധി PH ഇബ്രാഹിം, ചിറക്കൽ പള്ളി വികാരി സിൻഡോ പേരെപ്പടൻ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 64ാമത് കേരള സ്കൂൾ കലോത്സവ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വികസന മാതൃകയുടെ അടിത്തറയാണ് ലോകത്തിന് തന്നെ അഭിമാനകരമായ കേരളത്തിലെ ആരോഗ്യ മേഖലയെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു. കൊടകരയിൽ മുൻ ഭർത്താവിനെ കൊട്ടേഷൻ നൽകി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് മൊബൈൽ ഫോൺ കവർച്ച ചെയ്ത കേസിൽ കൊട്ടേഷൻ സംഘാംഗങ്ങളായ തമിഴ്നാട് സ്വദേശികളായ 2 പ്രതികൾ കൂടി പിടിക്കും. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിൽ ഷഷ്ടി വർണ്ണാഭമായി ആഘോഷിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.